ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് പേപ്പർ ബാഗുകൾക്ക് നാളെ മുതൽ ദുബായിൽ നിരോധനം. നിയമം ലംഘിക്കുന്നവർക്ക് 2000 ദിർഹം വരെ പിഴ ലഭിക്കും. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന സ്റ്റൈറോഫോം ഉൽപ്പന്നങ്ങൾക്ക് അബുദാബി ഏർപ്പെടുത്തിയ നിരോധനവും നാളെ പ്രാബല്യത്തിൽ വരും. പരിസ്ഥിതി സംരക്ഷണത്തിന് ദുബായും അബുദാബിയും നടപ്പാക്കുന്ന 2 പ്രധാന തീരുമാനങ്ങളാണ് നാളെ പ്രാബല്യത്തിൽ വരുന്നത്. ദുബായ് നടപ്പാക്കുന്ന ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് പേപ്പർ ബാഗുകൾക്കുള്ള സമ്പൂർണ്ണ നിരോധനമാണ് ഇതിൽ പ്രധാനം. 25 ഫിൽസ് നൽകിയാൽ ഷോപ്പിംഗ് മാളുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ലഭിച്ചിരുന്ന പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ ഇനി ലഭിക്കില്ല. പകരം പുനരുപയോഗിക്കാവുന്ന തുണി ബാഗുകൾ ഉപയോഗിക്കാനാണ് നിർദ്ദേശം. നിയമലംഘനത്തിന് ആദ്യം 200 ദിർഹവും തെറ്റാവർത്തിച്ചാൽ ഇരട്ടി തുകയും പിഴ ഈടാക്കും. വീണ്ടും തെറ്റാവർത്തിക്കുന്നവർക്ക് 2000 ദിർഹം വരെ പിഴ ചുമത്തുമെന്ന് ദുബായ് മുനിസിപ്പാലിറ്റി വ്യക്തമാക്കി. അതേസമയം ഒറ്റത്തവണ ഉപയോഗിക്കുന്ന സ്റ്റൈറോഫോം ഉൽപ്പന്നങ്ങൾക്കാണ് അബുദാബിയിൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കാവുന്ന കപ്പുകൾ, പാത്രങ്ങൾ, അടപ്പുകൾ എന്നിവയ്ക്കാണ് വിലക്ക്. വീണ്ടും ഉപയോഗിക്കാവുന്ന സ്റ്റോറേജ് ബോക്സുകൾ, കൂളറുകൾ, മെഡിക്കൽ ഉപയോഗത്തിനുള്ള വസ്തുക്കൾ എന്നിവയ്ക്ക് നിരോധനം ബാധകമല്ല. പരിസ്ഥിതി സംരക്ഷണത്തിനായി ഘട്ടം ഘട്ടമായി പ്ലാസ്റ്റിക് നിരോധനം നടപ്പാക്കാനാണ് UAEയുടെ തീരുമാനം. പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളുടെ സമ്പൂർണ്ണ നിരോധനത്തിന് ശേഷം 2ാം ഘട്ട പ്ലാസ്റ്റിക് നിരോധനം അടുത്ത ജനുവരിയിൽ തുടങ്ങും. പ്ലാസ്റ്റിക് കപ്പുകൾ, ടേബിൾ കവറുകൾ, സ്ട്രോ, ഭക്ഷണ സാധനങ്ങൾ നൽകുന്ന പ്ലാസ്റ്റിക് കണ്ടെയ്നറുകൾ എന്നിവയെല്ലാം അടുത്ത ഘട്ടത്തിൽ നിരോധിക്കും. മാതൃഭൂമി ന്യൂസ്, ദുബായ്.